മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. തിരുവനന്തപുരത്ത് ഞാൻ ഉള്ളപ്പോഴെല്ലാം വർക്കിംഗ് ഡേയിൽ എൻ്റെ ഭാര്യയെ ഓഫീസിൽ കൊണ്ടാക്കാൻ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള BSNLന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ വണ്ടിയിൽ എത്തിക്കാറുണ്ട്. ആ വണ്ടിയിൽ BSNL ഓഫീസിൽ എൻ്റെ ഭാര്യയെ ഇറക്കിയതിന് ശേഷം ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ ഗോത്ര സമൂഹം അവർ നിൽപ്പ് സമരം നടത്തുന്നത് ദിവസവും കാണാറുണ്ട്. എനിക്ക് വേദന തോന്നാറുണ്ട്. ഈ പാവങ്ങൾ 24 മണിക്കൂർ നിൽക്കുന്നൊരു കാഴ്ച, അത് വേദനാജനകമായിരുന്നു. എന്ന് ഇവരുടെ പ്രശ്നങ്ങൾക്ക് അവസാനം വരും ഈശ്വര എന്ന് ഞാൻ ആലോചിക്കേണ്ടായിരുന്നു. ആ ഗോത്രവർഗക്കാര് മതം മാറി ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ആയിരുന്നു എങ്കിൽ ഒരു ദിവസം പോലും അവര് നിൽപ്പ് സമരം നടത്തേണ്ടി വരുമായിരുന്നില്ല. അവര് ഹിന്ദുക്കളായി തന്നെ ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഈ നരകയാതന അനുഭവിക്കേണ്ടി വന്നത്. ആത്മാഭിമാനത്തോടുകൂടി ഹൈന്ദവ ആചാരപ്രകാരമാണ് ആ നിൽപ്പ് സമരം 2-3 ദിവസം മുമ്പ് അവര് ഗോത്ര പൂജ നടത്തിയിട്ട് അവസാനിപ്പിച്ചത്. ആ കാഴ്ചയും പത്രമാധ്യമങ്ങളിൽ വന്നിരുന്നു. ഹിന്ദു ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും അധികം മാസങ്ങൾ അവർ നരകയാതന അനുഭവിച്ച് അവിടെ നിൽപ്പ് സമരം നടത്തേണ്ടി വന്നത്. ഒരു പത്രമാധ്യമവും അതിനർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തില്ല. ധാരാളം വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നുൾപ്പെടെ SFIക്കാരാണെന്ന് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഈ നിൽപ്പ് സമരം നടത്തുന്നവരുടെ കാല് തൊട്ട് നമസ്കരിച്ച ഒരു ഫോട്ടോയും വന്നിരുന്നു. സന്തോഷം തോന്നി. SFIക്കാർ ചെയ്ത നല്ലൊരു കാര്യമായിട്ട് അഭിമാന പുരസ്സരം ബഹുമാനത്തോടുകൂടി അവരത് ചെയ്തു. അവരാ നിൽപ്പ് സമരത്തിന്റെ പരിണത ഫലം അവർക്ക് അർഹതപ്പെട്ടത് കിട്ടുന്ന ഗവൺമെന്റ് ഓർഡർ കയ്യിൽ കിട്ടിയിരുന്നു. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, അവിടെ 2-3 പള്ളിയിലച്ചന്മാരോ 2-3 മൗലവിമാരോ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടി മാത്രം വാദിക്കുന്ന വ്യക്തി, അതുപോലെ ഉമ്മൻചാണ്ടി അണ്ടർഗ്രൗണ്ടിലൂടെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിമുകൾക്കും വേണ്ടി എല്ലാം ചെയ്യുന്ന വ്യക്തി, അതുപോലെ അടുത്ത ഇലക്ഷനെ മുമ്പിൽ കണ്ടുകൊണ്ട് മാസ് വോട്ട് ബാങ്ക് മുമ്പിൽ കണ്ടുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാര് ഈ ഗോത്രസഭയുടെ സമരം തീർക്കാൻ എന്നേ മുമ്പോട്ട് വരുമായിരുന്നു. ലോഹയിട്ട ഏത് കാർഗോടകൻ അവിടെ ഇട്ടാലും അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഈ ഗോത്രവർഗക്കാർ തന്നെ 2-3 എണ്ണം താൽക്കാലികമായിട്ട് നാറിയ ഒരു ലോഹ ഇട്ടാലും അവിടെ പള്ളിയിലച്ചന്മാരുണ്ടെന്നുള്ള ധാരണയിലെങ്കിലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുമായിരുന്നു. ഈ കേരളത്തില് യഥാർത്ഥ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന വേദന അറിയണമെങ്കിൽ ആ ഗോത്രവർഗക്കാരുടെ സമരത്തിൽ അവരനുഭവിച്ച വേദന ഒന്ന് ചിന്തിച്ചാൽ മതി. അതേ സമയത്ത് ഓരോ ക്രിസ്ത്യാനിക്കും ഓരോ മുസ്ലിമിനും ഇവിടെ എന്തും നേടിയെടുക്കാൻ സെക്രട്ടേറിയറ്റിനകത്ത് പോയിട്ട് ആൾക്കാർ ഏജന്റുമാരുണ്ട്. ഹിന്ദുക്കളുടെ കാര്യത്തിലും മാത്രമാണ് അതില്ലാത്തത്. അതിന്റെ പരിണത ഫലമാണ് ആ പാവപ്പെട്ട ഗോത്രവർഗക്കാർ ഇത്രയും കാലം നിൽപ്പ് സമരം നടത്തി അവർ ത്യാഗം സഹിക്കേണ്ടി വന്നത്. മറ്റെല്ലാത്തിനും ഏത് കാര്യത്തിനും വളരെ ഗംഭീരമായിട്ട് സഹായിക്കാൻ ആളുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി. മാതാ അമൃതാനന്ദമയിക്കെതിരെ ശക്തമായിട്ട് ജോൺ ബ്രിട്ടാസും കൈരളി ചാനലും മീഡിയ വണ്ണും ആക്രോശിച്ചപ്പോ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുകയാണ് ചെയ്തത്. ഒന്നും അമ്മയ്ക്ക് വേണ്ടി പറഞ്ഞില്ല. സായിബാബ 86-ാമത്തെ വയസ്സിൽ സമാധിയായപ്പോൾ 96 വയസ്സിലെ സമാധിയാവുള്ളൂ എന്ന ആള് 86 വയസ്സിൽ സമാധിയായപ്പോൾ ആ സായിബാബയ്ക്കെതിരെ യുക്തിവാദികൾ ഉന്നയിച്ച എല്ലാം മാതൃഭൂമി പത്രത്തിൽ വന്നിരുന്നു. സായിബാബ ഉണ്ടാക്കിയ സായി ഗംഗയോ വിദ്യാഭ്യാസത്തിന്റെയോ വെള്ളത്തിന്റെയോ
വിശപ്പിന്റെയോ പ്രവർത്തനങ്ങൾ അതില്ലാതെയാക്കാൻ, വെള്ളം എത്തിക്കാൻ, ഭക്ഷണം എത്തിക്കാൻ, വിദ്യാഭ്യാസം എത്തിക്കാൻ സായിബാബ ചെയ്യുന്നതൊന്നും പത്രത്തിൽ വന്നില്ല. അതുപോലെ കാഞ്ചി ശങ്കരാചാര്യർക്കെതിരെ കൊലക്കേസ് വന്നപ്പോ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ശങ്കരാചാര്യ എന്ന് പേരുള്ള സ്ഥാപനങ്ങൾ മുഴുവനും കോടിക്കണക്കിന് രൂപയുടെ സ്വത്താണ് ശങ്കരാചാര്യർക്കുള്ളത് എന്ന് പറഞ്ഞ് ആ ശങ്കരാചാര്യരെ അവഹേളിച്ചപ്പോൾ അതേ പത്രം തന്നെയാണ് ഏവു പ്രാസ്യാമ്മയ്ക്ക്, അതുപോലെ തന്നെ ചാവറയച്ചനെ ഒരു പുണ്യവാളനായി പ്രഖ്യാപിച്ചപ്പോൾ പത്രം മുഴുവനും തൃശൂർ പൂരം മാതിരി, ഓണാഘോഷം മാതിരി പത്രത്തിലും നിറച്ചും എഴുതിയത്. അങ്ങനെ മലയാള മനോരമ എന്ന ക്രിസ്ത്യൻ പത്രം, മംഗളം എന്ന ക്രിസ്ത്യൻ പത്രം, രാഷ്ട്രവാർത്ത എന്ന ക്രിസ്ത്യൻ പത്രം, അവരെല്ലാം അടിപൊളിയായിട്ട് ക്രിസ്ത്യൻ വാർത്ത കൊടുത്തു. എങ്കിലും മാതൃഭൂമി എന്ന ഹിന്ദു പത്രം, ഒരുപക്ഷെ അവർ പറയുമായിരിക്കും ഞങ്ങൾ ഹിന്ദു പത്രം അല്ലാന്ന്, മാതൃഭൂമി എന്ന ഹിന്ദു പത്രത്തിന് മാത്രം പള്ളിയിലച്ഛൻ ഇവരെ പുണ്യവാളന്മാരാക്കിയ വാർത്ത പ്രസിദ്ധീകരിച്ചതിന് അവാർഡ് കൊടുത്തത് ഇന്നലെ മാതൃഭൂമിയിൽ PV ചന്ദ്രൻ സാറ് വാങ്ങിക്കുന്നത് കാണുകയുണ്ടായി. അതായത് ഇവിടെ ഉള്ള ഒരു കർദിനാള്, അദ്ദേഹം കർദിനാളായി അവതരോധിക്കപ്പെട്ടപ്പോൾ മാതൃഭൂമി കൊടുത്ത ആ വാർത്ത അത്ഭുതകരമാണ്. ആ കർദിനാളാണ് കന്യാകുമാരി ജില്ലയെ മുഴുവനും മതപരിവർത്തനം നടത്താൻ നേതൃത്വം കൊടുത്തത് എന്ന് മാതൃഭൂമി മിണ്ടിയില്ല. ഇവിടുത്തെ ഓരോ കർദിനാളും ഓരോ ബിഷപ്പും ഓരോ പുണ്യവാളനും കേരളത്തിൽ ജന്മമെടുക്കുന്നത് അവർ ചെയ്ത മതപരിവർത്തന പ്രവർത്തനത്തിന് വേണ്ടി മാത്രമാണ്. അവർ ഹിന്ദുക്കളെ മതം മാറ്റിയതിനു വേണ്ടി മാത്രമാണ് അവർക്ക് പോപ്പും വത്തിക്കാനും അംഗീകാരം നൽകുന്നത്. അത് മാതൃഭൂമിയില് ഹിന്ദു പത്രം എന്ന് ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന പത്രത്തില് അത്ര ഗംഭീരമായിട്ട് കൊടുത്തതിനാണ് ബിഷപ്പ് അവാർഡ് കൊടുത്തത്. ആ മാതൃഭൂമി പത്രം പോലും ഈ ഗോത്രവർഗക്കാരുടെ നിൽപ്പ് സമരത്തിന് വളരെയധികം സപ്പോർട്ടൊന്നും കൊടുത്തില്ല. മാതാമൃതാനന്ദമയ്ക്ക് ഒരു സപ്പോർട്ടും കൊടുത്തില്ല, സായിബാബയ്ക്ക് ഒരു സപ്പോർട്ടും കൊടുത്തില്ല. അത് മാത്രമല്ല, മാതൃഭൂമിയിൽ ഒരു വലിയ വാർത്തയും കൂടി വരികയുണ്ടായി. പുട്ടപർത്തിയിൽ നിന്ന് 36 ലക്ഷം രൂപ ബാംഗ്ലൂരിലെ ഫെയർഫീൽഡിലെ ആശുപത്രിയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനായിട്ട് കൊണ്ടുവന്നത് പോലീസ് തടഞ്ഞ് ഇത്രയും രൂപ എന്തിനാ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചത് മാതൃഭൂമിയിൽ വന്നത് ആ പുട്ടവർത്തിയിൽ സായിബാബ സമാധിയായപ്പോൾ അവിടെയുള്ള സ്വത്ത് ഓരോരുത്തരും കൈയിട്ട് വാരുന്നതിന്റെ ലക്ഷണമാണ് 36 ലക്ഷം രൂപ പോയതെന്നുള്ള രീതിയിലാണ് മാതൃഭൂമി വാർത്ത കൊടുത്തത്. പക്ഷേ കർദിനാളായി അവരോധിക്കപ്പെട്ടപ്പോഴും പോപ്പ് പുണ്യവാളന്മാരെ കേരളത്തിലെ മണ്ണിൽ മതം മാറ്റാൻ വേണ്ടി മാത്രം അവരോധിച്ചപ്പോഴും അതിന്റെ പുറകിൽ നടക്കുന്ന ഉദ്ദേശങ്ങൾ ഒന്നും അറിയാതെ ബിഷപ്പിന്റെ അടുത്തുനിന്ന് അവാർഡ് മേടിച്ച മാതൃഭൂമി ഈ ഗോത്രവർഗക്കാരുടെയും ഹൈന്ദവ ജനതയുടെയും വേദന എന്നെങ്കിലും അറിയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. PV ചന്ദ്രൻ സാറ് ചിരിച്ചുകൊണ്ട് അവാർഡ് വാങ്ങിക്കുമ്പോൾ മനസ്സിനകത്തൊരു വേദനയാണ്. 58 വർഷം വായിക്കാൻ, നോക്കാൻ, കാണാൻ ഭാഗ്യം കിട്ടിയ ഒരു പത്രം ഈ പാവങ്ങളുടെയും ഹിന്ദു ജനതയുടെയും വേദന എന്നറിയും ഈശ്വര എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പ്രണാമം, നമസ്കാരം.